കേരളത്തിൽ ഇന്ന് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസിന്റെ വിധി പറഞ്ഞ ഒരു ദിവസം തന്നെയാണ്. ആ വിധി എന്ന് പറഞ്ഞാൽ എല്ലാവരും വളരെയധികം സന്തോഷിച്ച വിധി തന്നെയാണ്. അതായത് ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ എല്ലാവരും സന്തോഷിക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെന്താമര എന്ന് പറയുന്ന കൊടും കുറ്റവാളി അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കും. ചിലപ്പോഴും പടക്കം വരെ പൊട്ടിച്ചു എന്ന് വരും. കുറ്റം പറയാൻ പറ്റില്ലടോ. അമ്മാതിരി തോന്നിയവാസല്ലേ ആ ചെങ്ങാതി കാണിച്ചത്. അയാൾ ഇപ്പോഴും പറയുകയാണ്, ഇപ്പോഴും വെല്ലുവിളിക്കുകയാണ്, എന്നെ പുറത്തു വിടണം. ഒന്ന് രണ്ട് ആൾക്കാരും കൂടിയുണ്ട്. ആരാണവർ? ചിലപ്പോൾ ഇയാളെ കാട്ടിക്കൊടുത്ത ആ ഒരു കുട്ടികളായിരിക്കാം. അതായത് ഇയാൾ കാട് കയറിയിരുന്നു. ഇവരെ വെട്ടി കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ നേരെ കാട് കയറി. ആ കാട് കയറിയപ്പോഴും നാട്ടുകാരെല്ലാവരും എന്ന് പറഞ്ഞാൽ കുറച്ച് മടിച്ചു നിന്നു. കാരണം എന്താ അറിയാം, ഇയാൾ എപ്പോഴാണ് പ്രതികാരം ചെയ്യാമെന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഭാര്യയെ കൊലപ്പെടുത്തി ജയിലിൽ പോയി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അയാളുടെ അവരുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി. അപ്പം അങ്ങനെയുള്ള ആള് ചിലപ്പോഴെന്ന് പറഞ്ഞ് ഇയാളെ തേടാൻ പോയി കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോൾ നമ്മളെയും കൂടി വകവരുത്തിയാലോ എന്നുള്ളൊരു ഭയം കൊണ്ട് നാട്ടുകാരെല്ലാവരും കുറച്ച് പിന്നോട്ട് നിന്നപ്പോഴേ അവിടെയുള്ള യുവാക്കൾ അവർ ജീവൻ പണയം വെച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അന്ന് ഇറങ്ങുകയും പോലീസിൻ്റെ നേതൃത്വത്തിൽ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു ചെന്താമര എന്ന് പറയുന്നവനെ. ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെയും ചെന്താമരെ തേടി വരും. അതാണ് എൻ്റെ ഒരു ഭയമാണെന്ന് പറയാനൊന്നും പറ്റൂല. അങ്ങനെയാണ് ഇയാൾ പക വെച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിയിരിക്കും. അങ്ങനെയാണ് ഒരു ജഡ്ജിയുടെ മുന്നിൽ, അതുപോലെ തന്നെ പോലീസുകാരുടെ മുന്നിൽ യാതൊരു കൂസലുമില്ലാതെ, ഒരു ടെൻഷനുമില്ലാതെ, ഒരു വിഷമവുമില്ലാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ഭയങ്കര ക്രൂരമായ കുറ്റവാളിയാണ്. അപ്പം ഇങ്ങനെയുള്ള കുറ്റവാളികൾക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയിലിൽ ഭക്ഷണം ഒരു നേരം മാത്രം ഒരു വയറ് കൊടുക്കുക. അതാണ് ഏറ്റവും നല്ല പരിപാടി. അതായത് ഇവർക്ക് ജയിലിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരിക്കലും മൃഷ്ടാന ഭോജനം കൊടുക്കരുത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വെള്ളം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കുക. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ രോഗിയായിട്ട് അങ്ങ് അവശനായിട്ട് വേണം ഇങ്ങനെ വെളിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതായത് ഏതെങ്കിലും കാലത്ത് ഇവൻ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവശനാകണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിൽ ഒരിക്കലും നല്ല ഡയറ്റും കാര്യങ്ങളും ഇതൊക്കെയുള്ള ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കരുത്. ഇവനെ നല്ല കുറ്റവാളികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ കുറ്റവാളികളുടെ എണ്ണം കുറക്കാനാണ് നോക്കേണ്ടത്. നമ്മൾ ജയിലിൻ്റെ എണ്ണം കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജയിലുകളിലും താങ്ങാവുന്നതിലധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടവുകാരുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും പുതിയ ജയിലുകൾ ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ആലോചനയിലാണ്. അതല്ല വേണ്ടത്, കുറ്റകൃത്യങ്ങൾ തടയണം. അതാണ് വേണ്ടത്. ജയിലുകൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ജയിലുകൾ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് നോക്കുക വേണ്ടത്. അതിന് കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജയിലിൽ ഭക്ഷണ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇത് നടപ്പാക്കുക. അതായത് ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം, അല്ലെങ്കിൽ രാവിലെ ഒരു നേരം മാത്രം ഭക്ഷണം. ഇനി ജീവിതകാലത്തിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വരൂല എൻ്റെ ഭഗവാനേ എന്ന് പറഞ്ഞിട്ട് വേണം അവിടെ നിന്നും പുറത്തിറങ്ങാൻ. ഇപ്പോഴെല്ലാവരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ മുതൽ പണിക്കവാണല്ലോ. അതായത് ജയിലിൽ നിന്ന് വിട്ട് കഴിഞ്ഞാലും ഓൻ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കട്ടിട്ട് ഉള്ളിൽ കയറും പോലും. അങ്ങനെയാണ് ചില ആൾക്കാർ. എന്തിനാണെന്ന് വെച്ചാൽ അവിടെ കൂലി കിട്ടും, അതുപോലെ തന്നെ ഭക്ഷണം കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഇവന്മാർക്ക് സുഖം പിടിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇവന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം പരിമിതമായിട്ട് കുറച്ച് ഭക്ഷണം കൊടുത്ത് അങ്ങനെ ജയിലൊരു നരകമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു കൊലപാതകവും ഉണ്ടാവില്ല. ഇവിടെ ഒരുത്തനും ജയിലിൽ പോകാൻ വേണ്ടി ഇഷ്ടപ്പെടില്ല. കാരണം അത്രത്തോളം ക്രൂരമായിട്ടായിരിക്കണം ജയിൽ അധികൃതർ. അപ്പോൾ ഉപദ്രവിക്കൊന്നും വേണ്ട. ഞാൻ തല്ലാനോ അടിക്കാനോ ഒന്നും അല്ല പറയുന്നത്. ഭക്ഷണം കൊടുക്കരുത്. അങ്ങനെ ഭക്ഷണം കിട്ടാതെ എന്ന് പറഞ്ഞാൽ വിശന്ന് വലഞ്ഞൊട്ടിയിട്ട് പുറത്ത് വരുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ, അതായത് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഇവ തീരണം. അങ്ങനെ മാത്രമേ ഈ ജയിലിലുള്ള കുറ്റവാളികളെ നമുക്ക് ഓർക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമി ഓനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, കണ്ണൂർ ജയിലിൽ ചാടി ഒരുത്തനാണ്. അപ്പോൾ അവനൊക്കെ അവൻ്റെ ആരോഗ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇവിടെയില്ല നമ്മുടെ കുട്ടികൾക്കല്ലേ ആഹാരമെല്ലാം കൊടുക്കേണ്ടത്. ആടിയുള്ള ചിക്കനും മട്ടനും തിന്നിട്ടല്ലേ ഇവനിങ്ങനെ ആരോഗ്യം വന്നത്. അവനൊക്കെ എന്താ വേണ്ടത്? അവനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല. ഈ ഗോവിന്ദച്ചാമീനെയൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകുന്നുണ്ടാ. പണ്ടൊരു എലുമ്പ് രൂപമായിട്ട് പോയാൽ ഇപ്പം തടിച്ച നല്ല കുട്ടപ്പനായിട്ടല്ലേ വന്നത്. അതാണ് പറയുന്നത്. അപ്പം ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഭക്ഷണം വളരെ കമ്മിയായിട്ട് കൊടുക്കുക. അതായത് ജയിലിൽ പോയവനെ നമ്മൾ ഒരിക്കലും നന്നാക്കിയിട്ട് പുറത്തു വിടാനൊന്നും അല്ലല്ലോ. ഇവന്മാർ ആരൊക്കെ നന്നാകുന്നുണ്ട്? ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പല കേസുകളും നടക്കുന്നുണ്ട്. ആ കേസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യത്തിൽ ഇറങ്ങിയവർ വീണ്ടും ചെയ്യുന്നതല്ലേ. ഇന്നലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഒരാളോട് മോശമായി പെരുമാറി. അയാൾ അതേ കേസിൽ പെട്ട് ജാമ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സ്ഥിതി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനൊക്കെ ആ കേസിൽ പെട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടാതെ എന്ന് പറഞ്ഞാൽ നരകയാതന അനുഭവിക്കണം. വെള്ളം കിട്ടാതെ എന്ന് പറഞ്ഞാൽ നരകയാതന അനുഭവിക്കണം. അപ്പോഴും ചോദിക്കും, മാനുഷിക പരിഗണന എന്ത് മണ്ണാങ്കട്ട മാനുഷിക പരിഗണനയാണോ? അതായത് 2 കുട്ടികളെ അനാഥരാക്കിയ ഈ ചെന്താമരയെ പോലെയുള്ളവനും
അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിപ്പർ എന്നൊക്കെ പറയുന്ന കുറേ എണ്ണം ഇങ്ങനെയുള്ളതും ഇവർക്കൊക്കെ എന്ത് മാനസിക പരിഗണന കൊടുക്കേണ്ടത്? ഒരു മനുഷ്യനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്ന കുട്ടികളോട് അങ്ങനെ പെരുമാറുന്ന ഇവർക്ക് എന്ത് മാനസിക പരിഗണനയാണ്? ഒരു തേങ്ങാക്കൊലിയും കൊടുക്കാൻ പാടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പം ഈ പിന്നെ എന്താ പറയുക ദിലീപ് കേസിൽ ഉള്ളിൽ കിടക്കുന്ന കുറേ ടീമുണ്ട്. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റങ്ങളുടെ ശൗര്യവും ആ രൂപവും ഇതെല്ലാം കണ്ടിട്ടാണ് നിങ്ങൾ എന്തൊരു ശൈലാന്ന്. പക്ഷെ അതല്ല വേണ്ടത്. 20 കൊല്ലം കഴിഞ്ഞ് ഇവർ വരുമ്പോഴേക്കും തന്നെ അവശനാകണം. പിന്നീട് എന്ന് പറഞ്ഞാൽ ജോലിയൊന്നും ചെയ്യാൻ കഴിയരുത്. അങ്ങനെ അവശനാകണം. കാരണം എന്താ, ഇനി ഇവന്മാരെ കണ്ടിട്ട് അയ്യോ അവൻ്റെ കോലം കേട്ടാ ജയിലിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയാണ്, അങ്ങനെ നമ്മൾക്കൊരു ഭയം വരണം. അതാണ് വേണ്ടത്. ആ ഒരു ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജയിലിൻ്റെ എണ്ണം കൂട്ടണ്ട, ജയിലിൻ്റെ എണ്ണം നമുക്ക് കുറക്കാൻ പറ്റും. എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയമുണ്ട്. ആ ഭയമാണ് മനുഷ്യനെ എല്ലാത്തൊന്നും പിടിച്ചു നിർത്തുന്നത്. ആ ഭയം ചില ആൾക്കാർക്ക് ഇന്ന് ഇല്ലാതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുസ്ഥലങ്ങളിൽ ചില ആൾക്കാർ കാണിക്കുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ബാറിൽ കാണിച്ചു കൂട്ടിയത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതും വന്ന് തല്ലിപ്പൊട്ടിക്കുന്നത്, നടു റോട്ടിലിട്ട് ഓരോ മനുഷ്യനെ ഇത് ചെയ്യുന്നു, പിന്നെ എന്ന് പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. അതായത് മകളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യരേക്ക് തട്ടിക്കൊണ്ടുപോകുന്നു. അപ്പം ഇങ്ങനെയുള്ള കുറ്റവാളികൾ ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശരായിട്ട് വീഴണം. അങ്ങനെ അതായത് പുറത്ത് വരുമ്പോഴേക്ക് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 14 ദിവസം റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് തടവുകാർക്ക് വരെ എന്ന് പറഞ്ഞാൽ ഒരു നേരെ ഭക്ഷണം കൊടുക്കാതോ അവൻ അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകിക്കണം. നരകിച്ചിട്ട് അവൻ മാപ്പ് അമ്മേ മാപ്പ് ഇനി ഞാൻ വരൂല എന്ന് പറയണം. കാരണം ഞാൻ പറയുന്നത് കേൾക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അതായത് കുറേ നാൾ മുമ്പ് നടന്നതാണ്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഇതുപോലെ എന്തോ സ്വർണ്ണ കേസിലെങ്ങാനും പിടിച്ച മലപ്പുറത്തുള്ള ഏതോ ഒരുത്തൻ, അവനെ പിടിച്ചിരിക്കുന്നത് നേപ്പാളിൽ നിന്നാണ്. അപ്പോൾ അവൻ്റെ ഭാര്യ ഈ ന്യൂസിലൂടെ പറയുകയാണ് അയാളെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം. അതായത് നാട്ടിലെ ജയിലിൽ, അവിടുത്തെ ജയിലിൽ എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ കഴിയില്ല. ഇരിക്കണ്ടിക്കലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം പോലും. അതുപോലെ കിടക്കാൻ കഴിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കണ്ടിക്കൽ കാല് നീർത്തി കിടക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ജയിലിലാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ കുറ്റം ചെയ്യുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കും വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കളെ നമ്മുടെ ജീവിതം കുട്ടിച്ചോറാകും. അതുകൊണ്ട് വേണ്ട എന്നെല്ലാവരും കരുതും. അങ്ങനെ വേണം. അതായത് ഒരു ഭയം, നമ്മുടെ ഇതിനോടൊരു ഭയം വേണം, ഒരു സിസ്റ്റത്തോടൊരു ഭയം. തല്ലൊന്നും വേണ്ടപ്പാ, തല്ലൊന്നും വേണ്ട, തല്ലോ കൊല്ലൊന്നും വേണ്ട. അങ്ങനെയൊന്നും ചെയ്യാനേ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ ഇറേഷൻ കുറക്കുക, ഭക്ഷണം കുറക്കുക, ഭക്ഷണം കിട്ടാതെ ഇക്ഷായുമായി ഇന്നാ വരപ്പിക്കുക, അതാ വേണ്ടത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ചെന്താമരി ഉണ്ടാവില്ല, ഒരു പാരിജാതം ഉണ്ടാവില്ല ഇവിടെ. ഇല്ലെങ്കിലെന്ന് പറഞ്ഞ് ഇവിടെ ചെന്താമരമാരും പാരിജാതന്മാരും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈ ചെന്താമര എന്ന് പറയുന്നവൻ ഇപ്പോഴും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവൻ നോക്കുന്നുണ്ടാവും. കാരണം എന്താ അറിയാം, അവൻ ഇനിയും 3-4 ആൾക്കാർ ലിസ്റ്റിലുണ്ടാവും. ചിലപ്പോൾ ആ കുട്ടികളുടെ അവസ്ഥ വരെ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ വരെ ചെന്താമര എന്തെങ്കിലും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ ഈ ചെന്താമരയെ പോലെയുള്ള അതുപോലെ മറ്റുള്ള കുറ്റവാളികളെ അവർക്ക് ജയിലിൽ കൂടുതൽ ഒരു സൗകര്യം കൊടുക്കുകയല്ല വേണ്ടത്. അവരെ ഒരു 5 പേര് താമസിക്കുന്നെടുക്കാന്ന് പറഞ്ഞൊരു 10-15 പേരെ താമസിപ്പിക്കുക. അങ്ങനെ കഷ്ടപ്പെട്ട് നരകിപ്പിച്ചിട്ട് മാത്രമേ നമുക്ക് ഈ കുറ്റവാളികളുടെ എണ്ണം കുറക്കാൻ കഴിയുള്ളൂ. കേരളത്തിലെ ഓരോ ജയിലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറക്കണം എല്ലാവർക്കും, അതാ വേണ്ടത്. അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കുറ്റവാളികളുടെ എണ്ണം കുറക്കാൻ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. ബൈ ബൈ.